How to become a cabin crew. Cabin crew in a swimming അറിയണോ? Proud to be a cabin crew. I'm crying guys. കണ്ടു എൻ്റെ കണ്ണിൽ വെള്ളം വന്നു. ഹലോ മൈ ലവ്ലി ഹ്യൂമൻസ്. നമ്മൾ ഒരുപാട് ദിവസമായി കണ്ടിട്ടെന്ന് എനിക്കറിയാം. ഞാൻ വിഷുവിന് വേണ്ടി നാട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മുങ്ങിയതായിരുന്നു. മുങ്ങിയതല്ല, റൈറ്റ് ആഫ്റ്റർ കമ്മിങ് ടു കൊച്ചി ഞാൻ ഇവിടെ ഹൈദരാബാദിലെത്തി. എനിക്ക് ബാക്ക് ടു ബാക്ക് ഫ്ലൈറ്റ്സ് ആയിരുന്നു. ഞാൻ ഫ്ലൈറ്റ് ചെയ്ത് ചത്തു എന്ന് പറഞ്ഞാൽ പോരെ. 5 ഡേയ്സായി ഞാനിവിടെ എത്തിയിട്ട് ഞാൻ 5 ഡേയ്സിലും കണ്ടിന്യൂസ്ലി ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതും ഏർലി മോർണിംഗ് ഫ്ലൈറ്റ്സ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഉറക്കമൊക്കെ ശരിയാവാതെയൊക്കെ ആയിട്ട് ഭയങ്കര പ്രോബ്ലം ആയിട്ടിരിക്കുമായിരുന്നു. ഇന്നാണ് എനിക്കൊരു ടൈം കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെർട്ടിക്കുലർലി ഒരു ടോപ്പിക് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമൊന്നും അല്ല കേട്ടോ. ഞാൻ കണ്ടിന്യൂസ്ലി എൻ്റെ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്യാറുണ്ട്, ചേച്ചി എൻ്റെ കമൻറ്റ് പിൻ ചെയ്യുമെന്ന് വെച്ചിട്ട്. സാൻവിയ സക്കേത്ത് എന്നാണ് ആളെ പേര് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നു, ചേച്ചി എങ്ങനെയാണ് ക്യാബിൻ ക്രൂ ആകേണ്ടതെന്ന്. സോ ആ ഒരു ചോദ്യം വാലിഡ് ആണ്. ഞാനൊരു ക്യാബിൻ ക്രൂ ആയതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻസ് എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ഞാൻ കരുതുന്നു. ഞാനൊരു ഒഫീഷ്യലി ഒരു ക്രൂ എങ്ങനെയാവാം എന്നുള്ളതിനെ പറ്റിയിട്ട് എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള ഒരാളേ അല്ല ഞാൻ. കാരണം ഞാൻ ഇവിടെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഈ ജോലിയിൽ കയറിയ ഒരാളാണ്. അതിനപ്പുറത്തേക്ക് ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യാം ഇൻ്റർവ്യൂസ്, അങ്ങനെ പോയിന്റുകളൊന്നും തന്നെ ഞാൻ നോക്കിയിട്ടല്ല ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ ടാക്കിൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന കുറച്ച് ജനറൽ പോയിന്റ്സുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. മിനിമൽ 18 ഇയേഴ്സ് ഓഫ് ഏജ് ആണ് എല്ലാ കമ്പനീസും പറയുന്നത്. അതുപോലെ തന്നെ +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത്. ഞാൻ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഏവിയേഷൻ കോഴ്സ് എടുത്ത് ചെയ്ത ആളൊന്നുമല്ല. എൻ്റെ സ്ട്രീം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എനിക്ക് പൈലറ്റ് ആകണമെന്നായിരുന്നു ആഗ്രഹം. സോ അവിടെ എത്താൻ പറ്റിയില്ലെങ്കിലും കോക്പിൻ്റെ പിറകിലെങ്കിലും എനിക്ക് നിൽക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തീരുമാനമെടുത്ത ഒരാളാണ്. ബട്ട് ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ ജോലിയിൽ ഇരിക്കുവാണ്. പ്രൗഡ് ടു ബി എ ക്യാബിൻ ക്രൂ. ആൻഡ് ഈ ജോലി ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. ഓരോ ഫ്ലൈറ്റും എനിക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ വർക്ക് ഫീൽഡ് എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആണ്. ആൻഡ് നമ്മുടെ നാഷണൽ കരിയർ എന്നുള്ള ഒരു പേര് ടാഗ്ലൈനുള്ള എയർലൈനിൽ ഞാൻ വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏവിയേഷൻ കോഴ്സ് ഒരു മാൻഡേറ്ററി അല്ല. ബേസിക് ആയിട്ടുള്ള കാര്യം +2 തന്നെയാണ്. ഏതെങ്കിലും ഏവിയേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആണെന്ന് മാത്രമേ ഉള്ളൂ. എവിടെയും അത് പെർട്ടിക്കുലർലി എടുത്ത് പറയുന്നില്ല നിങ്ങളിങ്ങനെ ഒരു ഏവിയേഷൻ കോഴ്സ് ചെയ്തിരിക്കണമെന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഇതിനോടുകൂടെ തന്നെ ആഡ് ഓൺ ചെയ്യാനുള്ളത് നിങ്ങളുടെ ഫ്ലുവൻസി ആണ്. ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് നമ്മുടെ ഡൊമസ്റ്റിക് കാരിയേഴ്സിൽ, അതായത് ഇന്ത്യൻ എയർലൈൻസിൽ നമ്മൾ അവർ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ പുറത്തുള്ള ഒരു എയർലൈനിൽ നോക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജ് അറിയുവാണെങ്കിൽ അത് അഡീഷണൽ ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. സംതിങ് റിലേറ്റഡ് ടു ആ ഹെൽത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഒരു മിനിമം ഹൈറ്റ് റിക്വയർമെൻറ്റ് വയ്ക്കുന്നത് 157 ആണ്. അതും ഈ 157 എന്ന് പറയുന്നത് നമ്മൾ ഹില്ലി ഏരിയാസിലുള്ള ആൾക്കാർക്കൊക്കെ ആകുമ്പം അതിൽ പിന്നെയും കൺസിഡറേഷൻസ് വരുന്നുണ്ടാവും. അപ്പോൾ മിനിമലി 157 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഞാൻ കയറുമ്പോൾ എൻ്റെ എയർലൈനിൽ ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഫോറിൻ എയർലൈൻസിൽ നോക്കുമ്പോൾ അവർ ഈ ടോ മുതൽ നമ്മുടെ ഹാൻഡ് ടിപ്പ് വരെയുള്ള ലെങ്താണ് നോക്കുന്നത്. 212 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഞാൻ ജനറലി കണ്ടിട്ടുള്ളത് എല്ലാ എയർലൈൻസിലും. അതിനപ്പുറത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു BMIൻ്റെ കൺസിഡറേഷൻ കൂടിയുണ്ട്, വിച്ച് ഇസ് ബോഡി മാസ് ഇൻഡെക്സ്. അത് 18 to 22 റേഞ്ചാണ് എല്ലാ എയർലൈൻസും വെക്കുന്നത്. ഹെൽത്ത് കണ്ടീഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവൻ ഇഫ് യു ആർ സെലക്റ്റഡ് നമുക്കൊരു ക്ലാസ് 2 മെഡിക്കൽസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, നമ്മുടെ അബ്ഡോമിൻ സ്കാനിങ് ഉണ്ടാവും, പിന്നെ നമ്മുടെ കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ ഈ ഹീമോഗ്ലോബിൻ്റെ കുറവൊക്കെ വരുമ്പം അതൊക്കെ ഒന്ന് ടാലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വീണ്ടും അവർ ടൈം തരുവാണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അതർവൈസ് അത് പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വെയിറ്റ് ഭയങ്കര ലോവർ വെയിറ്റിലേക്ക് പോവുകയാണെങ്കിലും ഒരുപാട് വെയിറ്റ് കൂടുതലാണെങ്കിലും അത് ഒന്നുകിൽ നിങ്ങൾക്ക് ടൈം കിട്ടും കുറയ്ക്കാനായിട്ട്, അതർവൈസ് ദാറ്റ് വിൽ ബി എ റിജക്ഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിമ്പിൾ ഫ്രീ ആയിട്ടുള്ള ഒരു സ്കിൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈവൻ സ്കാർ ഫ്രീ ആയിട്ടുള്ള ഒരു സ്കിൻ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൾട്ടാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരുപാട് റീസൺസ് ഉണ്ട് നമുക്ക് പിമ്പിൾസ് വരാനായിട്ട്. നമ്മുടെ മെൻസ്ട്രേഷൻ പീരീഡിലാണെങ്കിലും അങ്ങനെയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് വരുമ്പോഴൊക്കെ പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ മാക്സിമം നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ നോക്കുക എന്നുള്ളതാണ് ഒരേ ഒരു ഓപ്ഷൻ നമുക്കുള്ളത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ പറയാവുന്നതാണ് നമ്മുടെ ഡെൻ്റൽ ബ്രേസസ് വരുന്നത്. അത് ഒരിക്കലും പാടില്ല എന്നുണ്ട് ക്രൂവിന്. അതുപോലെ തന്നെ ഈ ക്ലിയർ ലൈനേഴ്സ് ഇപ്പോൾ വെക്കുന്നുണ്ട്. അത് ചില എയർലൈൻസിൽ ഇപ്പോൾ പറ്റും, ബട്ട് എൻ്റെ എയർലൈനിൽ അത് അലൗഡ് അല്ല. അപ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബട്ട് ഒരിക്കലും
പല്ല് കെട്ടാൻ പാടില്ല നമ്മൾ. അത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോ ഫോർ ഓൾ ദി എയർലൈൻസ്. നെക്സ്റ്റ് വൺ ഇസ് ടാറ്റു. എനിക്കറിയില്ല നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ഐ ഡു ഹാവ് 2 ടാറ്റൂസ് ഓവർ ഇയർ. ബട്ട് അത് നിങ്ങളിപ്പം ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അതിൽ മെയിൻലി എഴുതിയിട്ടുണ്ടാവും വിസിബിൾ ഏരിയാസിൽ ടാറ്റു പാടില്ല എന്ന്. അതായത് ആ പെർട്ടിക്കുലർ എയർലൈൻ്റെ യൂണിഫോം നിങ്ങൾ ഇടുമ്പോൾ ഒരിക്കലും ടാറ്റു വിസിബിൾ ആയിരിക്കരുത്. ഇതാണ് ജനറൽ കണ്ടീഷൻസ് ഒക്കെ വരുന്നത്. ബട്ട് ഖത്താർ പോലെയുള്ള അല്ലെങ്കിൽ സൗദി ആ എയർലൈനിലൊന്നും ടാറ്റു പാടില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ബട്ട് ജനറലി എല്ലാ എയർലൈൻസിലും അവർ വെക്കുന്ന ക്ലോസ് എന്ന് പറയുന്നത് വിസിബിൾ ഏരിയയിൽ വെനെവർ യു ആർ വെയറിംഗ് ദ യൂണിഫോം വിസിബിൾ ഏരിയയിൽ ടാറ്റു പാടില്ല എന്നുള്ളതാണ്. ക്യാബിൻ ക്രൂവിന് സ്വിമ്മിങ് അറിയണോ? അടുത്ത ചോദ്യമാണ്. സ്വിമ്മിങ് അറിയണം എന്ന് നിർബന്ധമില്ല. ബട്ട് ഇറ്റ്സ് എൻ ആഡഡ് അഡ്വാൻറ്റേജ്. പറഞ്ഞ പോലെ തന്നെ അഡീഷണൽ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഒരു ഏവിയേഷൻ കോഴ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ് സ്വിമ്മിങ് അറിയാമെന്നുള്ളത്. അതർവൈസ് നമുക്ക് എപ്പോഴും വെള്ളത്തിൽ ചാടുവാണെങ്കിൽ നമ്മുടെ ലൈഫ് ഫെസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അപ്പോൾ കുറേ വരുന്നതാണ്. അറിയണോ? എനിക്കറിയില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് തന്നെ നമുക്ക് സ്ലൈഡ് ഡ്രിൽ ആൻഡ് വെഡ് ഡ്രിൽ തരും. അപ്പോൾ നമ്മളത് ലൈഫ് ഫെസ്റ്റ് ഇട്ടിട്ടാണ് ആ ഡ്രില്ല് ചെയ്യാനായിട്ട് ചാടുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന എയർലൈനിൽ സ്വിമ്മിങ് മാൻഡേറ്ററി ആണെങ്കിൽ അത് അവരുടെ കരിയർ പേജിലുള്ള നോട്ടിഫിക്കേഷനിൽ അവർ മെൻഷൻഡ് ആയിരിക്കും സ്വിമ്മിങ് ഈസ് മാൻഡേറ്ററി എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ ഒരു 1 month കോഴ്സ് എടുത്ത് ആ ബാരിയർ ടാക്കിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, യു ഷുഡ് ഹാവ് എ പാസ്പോർട്ട്. നിങ്ങളൊരു എയർലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം ഒരു പാസ്പോർട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എപ്പോഴാണ് ഇൻ്റർനാഷണൽ എയർലൈനിൽ കയറാൻ പോകണമെന്ന് അറിയില്ലല്ലോ. ഇനി നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, ക്യാബിൻ ക്രൂവിന് കല്യാണം കഴിക്കാൻ പാടുമോ? യെസ്, ക്യാബിൻ ക്രൂവിന് കല്യാണം കഴിക്കാം. പണ്ട് ക്യാബിൻ ക്രൂവിന് മാരേജ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെ ഇട്ടുണ്ടായിരുന്നു ചില എയർലൈൻസിൽ, ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ. ബട്ട് ഇപ്പോൾ എല്ലാം അലൗഡാണ്. നമ്മുടെ ഈ BMI എന്ന് പറഞ്ഞ പോലെ തന്നെ ആ BMI റേഞ്ചിൽ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ മാരി ആൻഡ് യു ക്യാൻ ഹാവ് എ ബേബി. എല്ലാത്തിനും ഉപരി എന്നോടിപ്പോൾ ഈ ചോദിച്ച സാൻവിയ ആണെങ്കിലും ഇനിയിപ്പോൾ ഈ ഡൗട്ട്സ് ഉള്ള ആര് തന്നെയാണെങ്കിലും, ഇപ്പം നിങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള എല്ലാവരോടും ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ജോലി ചെയ്യാൻ ഒരുപാട് പാഷൻ വേണം. കാരണം ഓരോ ദിവസം നമ്മൾ മീറ്റ് ചെയ്യുന്ന പാസഞ്ചേഴ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങളെ മെൻ്റലി ഡൗൺ ആക്കുന്ന അല്ലെങ്കിൽ ഫിസിക്കലി ഡൗൺ ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പെർട്ടിക്കുലർ എയർലൈനിൽ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് നിങ്ങളെ ജനറലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനറലി ക്യാബിൻ ക്രൂ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങളെ കാണുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. നമ്മളെല്ലാവരെയും നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ബി കോൺഫിഡൻറ്റ് ബൈ യുവർ സെൽഫ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ബി പാഷനേറ്റ് ഓൺ വാട്ട് എവർ യു ഡു ഇൻ യുവർ ലൈഫ്. അത് ക്യാബിൻ ക്രൂ ആവണമെന്ന് മാത്രമൊന്നുമല്ല കേട്ടോ, ഏത് ജോലിക്കാണെങ്കിലും നിങ്ങൾ പാഷനേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴാണോ ആ പാഷൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോണത് അപ്പോൾ നിങ്ങൾ ആ ജോലി വിട്ട് ഇറങ്ങിയിരിക്കണം. അതിനപ്പുറത്തേക്ക് ആത്മാർത്ഥത ആ ജോലിയോട് നിങ്ങൾക്ക് ഇനി കാണിക്കാനില്ല. I'm happily completing my 9th year with my airline, Air India Express. I'm so happy and I'm so glad that I'm salaried and I'm doing a job which gives happiness to me. So whenever they are smiling and say that your service was good, എനിക്കതിനപ്പുറത്തേക്ക് സന്തോഷം തരാനായിട്ട് ഒന്നുമില്ല. I am crying guys. കണ്ടു എൻ്റെ കണ്ണിൽ വെള്ളം വന്നു. So yeah, I love this job. So whoever is asking us a comment that I wanted to become a cabin crew, be passionate and ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പോയിന്റുകളൊക്കെ ഉണ്ടല്ലോ ഒന്ന് നോട്ട് ഡൗൺ ചെയ്താൽ മാത്രം മതി. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആ ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ what you will do? Try next time. Try again, fail again and try again, and once you will be winning this race. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ bye bye.